ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എൻ്റെ പൂച്ചക്കുട്ടികളോടൊപ്പം തന്നെയാണ് വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ നാളെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടില്ല എന്ന് വരും ഇതിൽ. അപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡ് വരും. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അടിയോ പിടി ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവരെ. ഞാൻ 1000 പൂച്ച ഉണ്ടായിരുന്നാലും ഞാൻ എൻ്റെ കൂടെ വയ്ക്കും. എനിക്ക് അത്രയും ഇഷ്ടം പൂച്ചക്കുഞ്ഞുങ്ങളെ, പൂച്ചയൊക്കെ. പക്ഷെ സമ്മതിക്കുന്നില്ല. ഇതുകൊണ്ടില്ല എല്ലാ ചെരുപ്പെല്ലാം കിണ്ടി എറിഞ്ഞ് കളിക്കുന്നത്. ഇനി അലമാരക്കകത്ത് കയറാൻ നോക്കുകയാണേ. പൂച്ചകൾ നന്നായിട്ട് കളിക്കും കേട്ടോ, ഓടിയും ചാടിയൊക്കെ. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. ഇത് ലിയോ കാറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവളും കുഞ്ഞായിരുന്നപ്പോൾ ഭയങ്കര ചാടിയും കളിയായിരുന്നു. ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഓടിക്കാൻ പറഞ്ഞു. പക്ഷേ ഇവൾ മുകളിൽ കമ്പിയുടെ ഇടയിലൊക്കെ കയറി എനിക്ക് എന്തെല്ലാം സർക്കസ് കാണിക്കുമെന്ന് അറിഞ്ഞോളൂ. അങ്ങനെ മനസ്സിൽ ഇടം പിടിച്ച്. അതായത് കണ്ട, നമുക്ക് സമയം പോണത് അറിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ടെൻഷനോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറന്നു പോകും. തുണിയിൽ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കളിച്ചോട്ടെ, ഒരു സന്തോഷം കാണിച്ചോട്ടെ. എടാ കുഞ്ഞൂട്ടാ താഴെ ഇറങ്ങ്. ലിയോ വന്നു. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി. അപ്പോൾ ലിയോയ്ക്ക് എപ്പോഴും മുന്നെയൊക്കെ കമ്പിളിക്കകത്തുനിന്ന് ഇറങ്ങില്ല ലിയോ തണുപ്പായി കഴിഞ്ഞാൽ. ഇപ്പോൾ പക്ഷേ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് പേരടുത്തൊക്കെ ചോദിച്ചു കേട്ടോ ഇതിനെ ഈ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. പക്ഷേ എല്ലാം കള്ളത്തരമാണ്. ഈ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കുഞ്ഞിന് 5000 വെച്ച് കൊടുക്കാനാണ് ചോദിക്കുന്നത്. അവർ കൊണ്ടുപോകണം. എന്നിട്ട് അവർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞ് അവരാർക്കെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആരെങ്കിലും വേണമെന്ന് പറയും കൊടുക്കാൻ. അവരത് കൊടുക്കാമെന്ന്. പക്ഷേ അല്ലാതെ അവർ കൊണ്ടുപോകണമെങ്കിൽ 5000 വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഒരു കുഞ്ഞിനെ. എല്ലാം വെറുതെയാണ്. നമ്മൾ ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാലൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മളതിനെ നോക്കുമെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഈ അഡോപ്ഷൻ സെൻറ്റർ ഇതെന്നൊക്കെ പറയണ വെറുതെ നമുക്ക് ആവശ്യത്തിനൊന്നും ഉപകരിക്കത്തില്ല.
ഇത് ലിയോയുടെ വേല കണ്ട എൻ്റെ പാൻറ്റിനകത്ത് കയറിയിരിക്കാന്നാണ് ലിയോ നോക്കുന്നത്. അയ്യോ മാന്തുന്നു. ലിയോ നോ യോ. തണുപ്പായതുകൊണ്ട് പാൻറ്റിനകത്ത് കയറി ഒളിക്കാമെന്നാണ് വിചാരിക്കുന്നത് ലിയോ. ലിയോയുടെ വേല കണ്ടോ? അവൾക്ക് ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കണം ലിയോയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കിടന്നുറങ്ങണം. ആദ്യം എൻ്റെ മോൻ്റെ അടുത്തായിരുന്നേ ഉറക്കം. ഇപ്പം അവൻ അതിനൊന്നും നേരമല്ല. അവൻ പഠിക്കാനൊക്കെ പോയി തുടങ്ങി. എൻജിനീയറിങ് ഫസ്റ്റ് ഇയറാണ്. പഠിക്കാനൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവന് സമയമില്ല ഇതിൻ്റെ കൂടെ നോക്കിയിരിക്കാനും ഒന്നും. ഇപ്പോൾ എൻ്റെ പുറകെ തന്നെ. മിക്കവാറും ദിവസം പ്രശ്നം ഉണ്ടാക്കുന്ന അത് തന്നെ. ഞാൻ ഉറങ്ങുമ്പം ബെഡ്ഷീറ്റിൻ്റെ പുറത്തൊക്കെ വന്ന് കിടക്കും. ഇതിപ്പോൾ അങ്ങനെയെല്ലാം വലിച്ചു വാരി ദൂരെ എറിഞ്ഞു. ആ ദേഷ്യത്തിന് ഞാനൊന്നും പറക്കിയൊന്നും വച്ചില്ല. ആളിപ്പം ഇവിടെ സ്ഥലത്തില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇന്ന് രാത്രി വരും. അതായത് കണ്ടോ എന്നെ ഇത് കാലിൽ കൈയെല്ലാം വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇവൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നല്ല സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. അറിയാം എവിടെ നിന്നാലും ലിയോ എന്ന് വിളിച്ച് ഓടി വരും. രാവിലെ 5 മണിയാകുമ്പം പാല് കാച്ചി തലേ ദിവസം വച്ചിരിക്കും. അതിനെ ചൂടാക്കി എടുത്ത് വെച്ച് കൊടുക്കും. അത് കുടിക്കും. നല്ല സമാധാനമാവും. കിട്ടുന്നവരെ വിളിക്കും. ഇത് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ ഇതെന്തോന്ന് കയറ്റ് പൂച്ച ഇതിനെ എടുത്ത് ദൂരെ എറി എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടേ. ഞാൻ പറഞ്ഞു കാണാൻ ഭംഗിയിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ലിയോ എൻ്റെ കൂടെ ഇവിടെ വച്ചു. ഇപ്പോൾ 2 പ്രസവമായി. ഇപ്പോഴും അത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ലിയോ 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 ഇങ്ങോട്ട് നോക്കടി. എടി ലിയോ ലിയോ എന്ന് വിളിച്ചാൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ അവൾ വാലിങ്ങനെ ആട്ടിക്കോളും. ലിയോ ലിയോയ് വേണ്ട. മിക്കവാറും ഇന്ന് എൻ്റെ കാലിൽ തന്നെ കടി വീഴാൻ സാധ്യതയുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങൾ ശല്യം ചെയ്യുകയാണെങ്കിൽ ലിയോ എനിക്കിട്ട് പണി തരും. ലിയോ ലിയോയേ ലിയോ വന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് സെറ്റായി. ലിയോ കടിക്കല്ലേ എന്നെ, ഇറങ്ങിപ്പോ. എൻ്റെ മടിയിലൊക്കെ കയറി എല്ലാ എണ്ണം കൂടെ ഇരിപ്പുണ്ട്. പക്ഷേ അതെനിക്ക് ചിലപ്പം പണിയാവും. ലിയോക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്. ചിലപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾ വേലത്തരം കാണിക്കുമെങ്കിൽ എൻ്റെ കാലിൽ തുടങ്ങി തന്നെ കടിച്ചു തരും. ലിയോ ഏയ്ക്ക് ഓട്. ലിയോ എഴുന്നേറ്റ് പോ ശരിയാവില്ല. എന്നാൽ എല്ലാവരും കൂടെ എൻ്റെ മടിയിൽ സെറ്റായി. ഇവരിങ്ങനെ തന്നെയാണ് കേട്ടോ. ദേഷ്യം വരുന്നല്ലേ ലിയോ?
അയ്യോ എൻ്റെ കാല് അമ്മ. ഇതേവരെ വേല ഉണ്ടോ? എൻ്റെ കാലിലൊക്കെ സ്ക്രാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ടോ? അയ്യോ. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇവരിങ്ങനെ കളിയും തമാശകളായിട്ട് തുടരും. ഞാനും എഴുന്നേറ്റ് പോകും. ഇവിടെ അങ്ങനെ ഇരിക്കത്തില്ല. കുറച്ച് നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്നതാണ്.